അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് മഹത്വങ്ങൾ ഏറിയ ഒരു ദിക്റാണ്. എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാൽ തന്നെ ഞാൻ ആദ്യം ചെല്ലാറുള്ള ഒരു ദിക്റാണിത്. കാരണം ഞാൻ ചൊല്ലി തീരുമ്പോൾ എനിക്ക് അതിനുള്ള ഉത്തരം എന്തായാലും ലഭിച്ചിരിക്കും. കാരണം ഞാൻ ആത്മാർത്ഥതയോട് അള്ളാഹുവിനോട് ചോദിക്കും, ഈ ഒരു ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ ഈ ആഗ്രഹം നീ നിറവേറ്റി തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് വരെ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നമസ്കാരം നിലനിർത്തുക. നമസ്കരിച്ചതിന് ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാതെ നമസ്കാരം വല്ലപ്പോഴും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം നമസ്കരിക്കാതിരിക്കുക. എപ്പോഴും നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നോ, എന്ത് പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ മാത്രം നിലനിർത്തേണ്ട ഒരു കാര്യമല്ല ഈ നമസ്കാരം. എന്നും എപ്പോഴും നമ്മൾക്ക് ആരോഗ്യവും ആയുസ്സും ഒക്കെ ഉള്ളിടത്തോളം കാലം ഇത് മുടങ്ങാതെ നിർവഹിക്കേണ്ട ഒരു കടമയുണ്ട്. നമ്മുടെ കടമ തന്നെയാണ് ഇത് നമസ്കാരം. അത് നമുക്ക് നമസ്കരിച്ചേ പറ്റും. പിന്നെ നമസ്കരിക്കണം എന്നുള്ള ഒരു അതുകൊണ്ട് ചുമ്മാതെ പെട്ടെന്ന് എന്തൊക്കെയോ ചൊല്ലി പെട്ടെന്ന് കാണിച്ചു കൂട്ടി തീർക്കേണ്ട ഒരു കാര്യവുമില്ല. സാവധാനം മനസ്സറിഞ്ഞ് അർത്ഥമറിഞ്ഞ് ഓരോന്നിന്റെ അർത്ഥമറിഞ്ഞ് നമസ്കരിച്ചത് നമുക്ക് തന്നെ അതിനോടൊരു ഇഷ്ടം തോന്നും. നമസ്കരിക്കാൻ തന്നെ ഒരു ഇഷ്ടം നമുക്ക് തോന്നും. അള്ളാഹുവിന് കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അത്രയ്ക്കും ഒരു മാർഗമാണ് ഈ നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമസ്കരിച്ചതിന് ശേഷം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. എൻ്റെ ഈ ആഗ്രഹം എനിക്ക് നേടിയെടുത്തേ പറ്റൂ, എനിക്ക് നീ തന്നേ പറ്റൂ, ഹൈറായിട്ടുള്ള കാര്യമാണ്, നീ എനിക്കിത് തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിനക്ക് തന്നിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് പ്രയാസമുണ്ട്. ഓരോരുത്തർക്കും ഓരോ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്, വിസ ലഭിക്കാത്തവരുണ്ട്, ഗൾഫിൽ പോകാൻ നിൽക്കുന്നവരുണ്ട്, പക്ഷെ അങ്ങോട്ട് റെഡിയാകുന്നില്ല, ഭർത്താവിൻ്റെ അടുത്ത് പോകാൻ നിൽക്കുന്നവരുണ്ട്, വീട് പണി പാതിയിൽ ഉപേക്ഷിച്ച് നിൽക്കുന്നവരുണ്ട്, മക്കളുടെ വിവാഹം, പഠനം, അങ്ങനെ ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇല്ലേ, കടം കൊണ്ട് കടത്തിന്റെ വക്കിൽ നിൽക്കുന്നവരുണ്ട്, ആത്മഹത്യ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഓരോ വിഷമങ്ങൾ, ഓരോ സങ്കടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങളൊന്ന് ഒരു കുറച്ച് ദിവസം ഒന്ന് മനസ്സുകൊണ്ടൊന്ന് ദുആ ചെയ്ത് നോക്കുക. നമ്മുടെ കടങ്ങൾ തീർന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടും. അങ്ങനെ നമ്മൾ അത് നിലനിർത്തി പോവുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പോലും അറിയാത്ത വഴിയിലൂടെ നമുക്ക് അതൊക്കെ വീടാനുള്ളത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടത്തി തരുന്നതാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എല്ലാ നമസ്കാര ശേഷവും സലാമുൻ ഖൗലൻ മിൻ റബ്ബിൽ റഹീം 129 പ്രാവശ്യം ചെല്ലുക. ഇത് ഞാൻ ഉറപ്പായിട്ട് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നടന്നിരിക്കും. കാരണം ഞാൻ 7 ദിവസം നിയത്ത് വെച്ചിട്ട് ഇത് ചൊല്ലി. ഇൻഷാ അല്ലാഹ് ഒരു 2 ദിവസം ആയപ്പോഴത്തേക്ക് എൻ്റെ ആഗ്രഹം നടന്നു കിട്ടി. കാരണം ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു. എനിക്കത് നടന്നേ പറ്റും. അതില്ലെങ്കിൽ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം. 2 ദിവസം കൊണ്ട് ഞാൻ 7 ദിവസം നിയത്ത് വെച്ചു. 2 ദിവസം കൊണ്ട് എനിക്ക് നടന്നു കിട്ടി. ബാക്കി നിയത്ത് വെച്ചത് കൊണ്ട് ഞാൻ ബാക്കിയും കൂടി ചൊല്ലി തീർത്തു. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിന്റെ ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി തരും. ചെല്ലേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും നമസ്കാരത്തിന് ശേഷം നമസ്കാരപ്പായിൽ കൊണ്ട് തന്നെ നിയത്ത് 129 പ്രാവശ്യം സലാമുൻ ഖൗലൻ മിൻ റബ്ബിൽ റഹീം 7 ദിവസം ഞാൻ ചൊല്ലി തീർത്തേക്കാം. ഒരു ദിവസം 129 വെച്ച് അങ്ങനെ 7 ദിവസം 129 ചൊല്ലി തീർക്കണം. എന്നിട്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ട് നിനക്ക് അത് നടത്തി തരും. ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുറുകെ പിടിച്ചുകൊണ്ട് ഇതങ്ങ് ചൊല്ലിപ്പോകും. ഉറപ്പായിട്ടും അല്ലാഹു നിങ്ങളെ ആരെയും കൈവിടുകയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഇത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.